ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐ സ്റ്റുഡിയോ ഓൺലൈൻ. ഞാൻ രാജീവ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫോട്ടോഗ്രാഫി ബേസിക്സിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ എങ്ങനെയാണ് അപ്പർച്ചർ അല്ലെങ്കിൽ ഷട്ടർ സ്പീഡ് നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതിൻ്റെ കുറച്ച് സാമ്പിൾസ് ഒക്കെ കാണിച്ച് ചെയ്യാനുള്ളൊരു വീഡിയോയാണ് ഈ വീഡിയോ. ആക്ച്വലി ഞാൻ ഇന്ന് ഒരു ഗോപ്രോയൊക്കെ വെച്ച് പോയി എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചതാണ്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഞാൻ ഗോപ്രോ ഫുൾ ചാർജിലായിരുന്നു. പക്ഷേ എന്തോ ബ്ലൂടൂത്ത് ഞാൻ ഓഫ് ചെയ്യാൻ മറന്നുപോയി. മോർണിംഗ് ആയി, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ജസ്റ്റ് ഗോപ്രോ ഓൺ ചെയ്യാൻ നോക്കിയിട്ട് ഇത് വർക്കാകുന്നില്ല. അതുപോലെ തന്നെ മൈക്ക് എടുക്കാൻ മറന്നു. അങ്ങനെ എന്തോ ഇന്നത്തെ ദിവസം തുടക്കം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് നമുക്കങ്ങനെ ഒരു ഓൺ ലൊക്കേഷൻ കാണിക്കാൻ സാധിച്ചില്ല. എങ്കിലും എനിക്ക് അവിടെ വെച്ച് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്തിനെ കാണാൻ സാധിച്ചു. അവരെ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്നതായിരുന്നു. അതുപോലെ ഇവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു. വളരെ നല്ലൊരു മോർണിംഗ് ആയിരുന്നു. പക്ഷേ അതിൽ നമുക്ക് പ്രശ്നം പറ്റിയത് ഇത് മാത്രമാണ്. മൈക്ക് കൊണ്ടുപോയില്ല, അതുപോലെ തന്നെ ഗോപ്രോ കൊണ്ടുപോയില്ല, മുതലായ പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സാമ്പിൾ ഫോട്ടോസിലേക്ക് നോക്കാം. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ വേണ്ടിയാണ്. പല അപ്പർച്ചറുകളിൽ എങ്ങനെയാണ് നമ്മുടെ ഫോട്ടോ വരുന്നത് എന്ന്, അല്ലെങ്കിൽ ISO ഷട്ടർ സ്പീഡ് നമുക്ക് എങ്ങനെ ക്രിയേറ്റീവായിട്ട് പല രീതിയിൽ യൂസ് ചെയ്യാം എന്ന് കാണിക്കാൻ കൂടിയാണ് ഈ വീഡിയോ. ISO എന്നതിനെക്കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല. ISO എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പർച്ചറും ഷട്ടർ സ്പീഡും കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ മാത്രം ISOയിൽ കളർ കൂട്ടുക എന്നുള്ളതാണ് ISOയുടെ ഒരു ഉപയോഗം. അത് വെച്ച് നമുക്ക് വീഡിയോസ് ഒന്നും പ്രത്യേകം കാണിക്കേണ്ട കാര്യമില്ല. അപ്പർച്ചറും ഷട്ടർ സ്പീഡുമാണ് ബേസിക്കലി ക്രിയേറ്റീവ് കൺട്രോൾസ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അടുത്ത പോർഷനിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ ഫോട്ടോയിൽ നോക്കിയാൽ നമ്മുടെ ഈ ട്രീ വളരെ ഡാർക്കാണ് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മീൻസ് കറക്റ്റായിട്ട് നമുക്ക് എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെയുള്ള ലേക്ക് കാണാം, ഇവിടെയുള്ള കെട്ടിടങ്ങൾ കാണാം, ആകാശം കാണാം. അതിലെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അതായത് നമുക്ക് എവിടെയാണോ എക്സ്പോസ് ആയിരിക്കുന്നത്, ഈ ചിത്രത്തിൻ്റെ ഈ ഭാഗമാണ് ആക്ച്വലി എക്സ്പോസ്ഡ് ആയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് ചിത്രത്തിലുണ്ട്. ഈ ഏരിയയിൽ നമുക്ക് ഡീറ്റെയിൽസ് ചിത്രത്തിലുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്തിന് വേണ്ടിയാണ് ഞാൻ എക്സ്പോസ് ചെയ്തത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, രണ്ടാമത്തെ ചിത്രത്തിലേക്ക് പോയാൽ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് ഈ മരം വളരെ ബ്രൈറ്റായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ ഈ ഫോട്ടോയിൽ എക്സ്പോസ് ചെയ്തിരിക്കുന്നത് ഈ മരത്തിന് വേണ്ടിയാണ്. അതായത് ഈ മരത്തിൻ്റെ ഭാഗത്തെ എക്സ്പോഷറും നമ്മുടെ പുറകിലുള്ള ഏരിയയുടെ എക്സ്പോഷറും ഡിഫറൻ്റ് ആണ്. അതിന് കാരണം സൂര്യൻ ഏകദേശം ഈ ഒരു പോർഷനിലാണ്, അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പ്രകാശം വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫോട്ടോയിൽ കണ്ട പോലെ സൂര്യൻ ഇവിടെയാണ്, ഇവിടെ നിന്നാണ് പ്രകാശം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രകാശവും ഈ മരത്തിന് പുറകിലേക്കുള്ള ഏരിയയിലെ പ്രകാശവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ഈ മരത്തിൻ്റെ ഇലകൾ കാരണം ഈ പോർഷനെല്ലാം ഒരു സൂര്യപ്രകാശത്തെ തടഞ്ഞു നിർത്തി ഒരു നിഴൽ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ എക്സ്പോഷർ വ്യത്യസ്തമാണ്, ഇവിടുത്തെ എക്സ്പോഷറും വ്യത്യസ്തമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാമറയിലെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് എക്സ്പോസ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ റോ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത് ഞാൻ പിന്നീട് പറയാം. പക്ഷേ നിങ്ങൾ എക്സ്പോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണെന്ന് ആദ്യം ഡിറ്റർമൈൻ ചെയ്യുക. ഇപ്പോൾ പല ആൾക്കാരും പല രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ ഒരാൾ വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അയാൾക്ക് വേണ്ടത് ഈ ലേക്കും ആകാശവും ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടണം. അതുപോലെ തന്നെ കുറച്ചും കൂടെ വൈബ്രൻസ് ഒക്കെ കൊടുത്ത് ഒരു നല്ല പ്രകാശമയമായൊരു ചിത്രമായിട്ട് ചില ആൾക്കാർക്ക് ബാക്ക്ഗ്രൗണ്ട് വേണം. വേറൊരു വ്യക്തി വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് വേണ്ടത് ഈ മരമാണ് ക്ലിയർ ആയിട്ട് വേണ്ടത്. അപ്പോൾ അദ്ദേഹം എക്സ്പോസ് ചെയ്യുന്നത് ഈ മരത്തിന് വേണ്ടിയിട്ടാണ്. എക്സ്പോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ISOയും ഷട്ടർ സ്പീഡും അപ്പർച്ചറും എല്ലാം കൂടെ കൂട്ടി നമ്മൾ നമ്മുടെ മരം കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം. അതിനുവേണ്ടി ഈ 3 കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ മരത്തിൻ്റെ പോർഷൻ കറക്റ്റായിട്ട് എക്സ്പോസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ പോർഷന് വേണ്ടി എക്സ്പോസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ എക്സ്പോഷർ വേറെയാണ്. അപ്പോൾ ഇവിടുത്തെ എക്സ്പോഷർ നമുക്ക് തെറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ തീരുമാനിക്കണം നമുക്ക് എന്ത് പോർഷനാണ് എടുക്കേണ്ടത്. ഇത് ഏകദേശം ഒരു 8 മണി 9 മണി സമയത്തെടുത്ത ചിത്രങ്ങളാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സൂര്യപ്രകാശവും ഉള്ള സമയമാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പോഷറിൻ്റെ പ്രശ്നം വരാതിരിക്കാൻ നമുക്ക് ചെയ്യാവുന്നത് ഒരു 6 മണി 7 മണി സമയത്ത് മോർണിംഗ് ടൈം അല്ലെങ്കിൽ ഈവനിങ് ടൈമിലൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോഷറിൻ്റെ പ്രശ്നം അധികമായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇനി ഞാൻ മൂന്നാമത്തെ ചിത്രത്തിലേക്ക് പോകാം. അതിനു മുമ്പ് ഞാൻ എന്ന ഫോട്ടോഗ്രാഫർക്ക് ഇവിടെ വേണ്ടത് ഈ 2 കാര്യങ്ങൾ നമുക്ക് ഏകദേശം കാണണം. അതായത് നമുക്ക് പുറകിലുള്ള സംഭവങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് കാണണം, ഫ്രണ്ടിലുള്ള കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് കാണണം. അപ്പോൾ അങ്ങനെ ഒരു ചിത്രം കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ ക്യാമറയുടെ ലൈറ്റ് മീറ്ററിൽ, അതായത് നമ്മുടെ ക്യാമറയ്ക്കുള്ളിൽ ഒരു മീറ്ററുണ്ട്. അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ആ പോയിന്റ് വന്നു കഴിഞ്ഞാലാണ് ഇതിനെ നമ്മൾ കറക്റ്റ് എക്സ്പോഷർ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ മാനുവലി ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതും കൺട്രോൾ ചെയ്യാം. ക്യാമറയെക്കാട്ടും ബെറ്ററായിട്ട് നിങ്ങൾക്കാണ് അറിയാവുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ മൂന്നാമത് ഇങ്ങനെ ഒരു ചിത്രം എടുത്തു. അതായത് നമുക്ക് നമ്മുടെ ട്രീയിൽ അത്യാവശ്യം ഡീറ്റെയിൽ ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യങ്ങളും എല്ലാം കാണാം. വേണമെങ്കിൽ നമുക്ക് ലൈറ്റ് റൂമിൽ കുറച്ച് ഹൈലൈറ്റ്സ് ഒക്കെ റിട്രീവ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അങ്ങനെ 3 ചിത്രങ്ങൾ
ഞാനിവിടെ എടുത്തു. മൂന്നിൻ്റെയും എക്സ്പോഷർ വ്യത്യസ്തമാണ്. നിങ്ങൾക്കിപ്പോൾ ക്യാമറ ഓട്ടോ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ക്യാമറയാണ് തീരുമാനിക്കുന്നത് ഇങ്ങനെയുള്ള ചിത്രം വേണോ, ഇങ്ങനെയുള്ള ചിത്രം വേണോ, അതോ ഇങ്ങനെയുള്ള ചിത്രം എടുക്കണോ എന്ന് ക്യാമറയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ കൺട്രോൾ കിട്ടണമെങ്കിൽ മാനുവൽ മോഡിലിട്ട് ഷൂട്ട് ചെയ്യുക. നിങ്ങൾ തീരുമാനിക്കും ഏത് രീതിയിലുള്ള ചിത്രം നിങ്ങൾക്ക് വേണം എന്നുള്ളത്. ഇനി നമുക്ക് അപ്പർച്ചറിലേക്ക് കിടക്കാം. അപ്പോൾ അപ്പർച്ചറിൻ്റെ ആ ഒരു ഫങ്ഷൻസ് കാണിക്കാനായിട്ടാണ് ഞാൻ ഈ ചിത്രം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കിയാൽ ഞാൻ 50 mm എന്ന് പറയുന്ന ഫോക്കൽ ലെങ്തിലാണ് ലെൻസ് വെച്ചിരിക്കുന്നത്. 50 mm f2.8 ഓപ്പണിംഗ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ അപ്പർച്ചറിൻ്റെ f2.8 ഓപ്പണിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ചിത്രത്തിൽ നമുക്ക് പ്രാധാന്യം എൻ്റെ മനസ്സിൽ, ഞാൻ ഫോട്ടോഗ്രാഫർ എന്ന എൻ്റെ മനസ്സിൽ എനിക്ക് വേണ്ടത് ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ടുള്ളൊരു ചിത്രമാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അപ്പർച്ചർ ഓപ്പൺ ചെയ്യുകയാണ് വേണ്ടത്. ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്രയോ കുറഞ്ഞ നമ്പറാണോ നിങ്ങളുടെ ലെൻസിലുള്ളത് ആ കുറഞ്ഞ നമ്പർ യൂസ് ചെയ്ത് കഴിയുന്നത്, അതായത് എഫ് നമ്പർ ഏറ്റവും കുറവ് യൂസ് ചെയ്താൽ നിങ്ങളുടെ അപ്പർച്ചർ വലുതാകും. നിങ്ങളുടെ ക്യാമറയിലെ അപ്പർച്ചറിൻ്റെ ഓപ്പണിങ് വലുതാകും. അപ്പോൾ നമ്മൾ അപ്പർച്ചർ ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ എഫ് നമ്പർ കുറയ്ക്കുക എന്നാണ്. നമ്മുടെ ക്യാമറയിലെ എഫ് നമ്പർ എത്രയും കുറയ്ക്കുന്നുവോ അത്രയും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ നമുക്ക് കിട്ടും. അപ്പോൾ എൻ്റെ ലെൻസിൽ ഞാൻ യൂസ് ചെയ്തത് സിഗ്മ ലെൻസാണ്. ആ ലെൻസിൽ f2.8 ഓപ്പണിങ്ങിൽ ആണ് എനിക്ക് മാക്സിമം അപ്പർച്ചർ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനപ്പോൾ മാക്സിമം അപ്പർച്ചർ ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ മരത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ ചിത്രം എടുത്തു. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ബ്ലറായിട്ടുണ്ട്. ഇതിൻ്റെ പുറകിലുള്ള മരങ്ങൾ മുതൽ ബാക്കി എല്ലാ മരങ്ങളും അതിൻ്റെ എത്രയോ പിറകിലാണോ അതിനനുസരിച്ച് ബ്ലറിൻ്റെ ക്വാണ്ടിറ്റിയും കൂടിയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത ചിത്രത്തിലേക്ക് പോകാം. അടുത്ത ചിത്രത്തിൽ ഞാൻ നമ്മുടെ അപ്പർച്ചർ കുറച്ചും കൂടെ കൂട്ടി. നമ്മൾ അപ്പർച്ചർ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് കാണാം. കൂട്ടുക എന്ന് പറഞ്ഞാൽ അപ്പർച്ചർ ഓപ്പണിങ് ചുരുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ചെറിയ അപ്പർച്ചർ ഓപ്പണിങ് യൂസ് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനപ്പം f6.3 അപ്പർച്ചർ ഓപ്പണിങ്ങിലേക്ക് വന്നു. അതിനനുസരിച്ച് ഞാനിവിടെ നമ്മുടെ ഷട്ടർ സ്പീഡ് കുറച്ച് കൊടുത്തു. അതായത് നമ്മുടെ ആദ്യ ചിത്രത്തിൽ 1/500 ഷട്ടർ സ്പീഡാണ് യൂസ് ചെയ്തത് കറക്റ്റായിട്ട് നമുക്ക് എക്സ്പോസ് ചെയ്യാനായിട്ട്. ഇവിടെ ഷട്ടർ സ്പീഡിന് പ്രാധാന്യമില്ല, നമ്മൾ അപ്പർച്ചറിനാണ് പ്രാധാന്യം. അപ്പർച്ചർ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യും, അതിനുശേഷമാണ് നമ്മൾ അതിനനുസരിച്ച് ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അപ്പർച്ചർ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാനുള്ളതിൻ്റെ കാരണം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ വേണം. ഓക്കെ, അപ്പോൾ അപ്പർച്ചർ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഷട്ടർ സ്പീഡ് ഞാൻ അതിനനുസരിച്ച് സെറ്റ് ചെയ്യുന്നു. ISOയിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഓക്കെ, ഷട്ടർ സ്പീഡ് അതനുസരിച്ച് സെറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ ചിത്രത്തിൽ നമ്മൾ അപ്പർച്ചറിൽ മാറ്റം വരുത്തി f6.3 ഓപ്പണിംഗ് സെലക്ട് ചെയ്തു. അപ്പോഴതിനനുസരിച്ച് ഷട്ടർ സ്പീഡ് കുറച്ച് കൊടുത്തു നമ്മുടെ എക്സ്പോഷർ കറക്റ്റ് ആക്കാനായിട്ട്. അപ്പോൾ f6.3 കൊണ്ടുവന്നപ്പോഴത്തേക്കുള്ള മാറ്റങ്ങൾ ഇവിടെ നോക്കുക. നമ്മുടെ പുറകിലുള്ള ട്രീം ഏകദേശം വിസിബിൾ ആണ്. ചെറുതായിട്ട് ബ്ലർ വരുന്നുണ്ട്, പക്ഷേ നമ്മുടെ ആദ്യത്തെ ചിത്രത്തിൻ്റെ അത്രയും ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ നമ്മുടെ ചിത്രത്തിൽ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ എഫ് സ്റ്റോപ്പ് എത്രയും കുറവാണോ അതിനനുസരിച്ച് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കുറയും. ആക്ച്വലി ക്യാമറയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാമറയ്ക്ക് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എത്രയാണോ എന്നാണ് നമ്മുടെ ക്യാമറയോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റായിട്ടാണ് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചിത്രത്തിലേക്ക് പോകാം. ഒരു ടെസ്റ്റിന് വേണ്ടി f16ലേക്ക് നമ്മൾ പോയി. f16ലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ട്രീ മുതൽ ഏകദേശം 3-4 ട്രീകൾ, അതായത് നമ്മുടെ ആദ്യത്തെ ചിത്രത്തിലുള്ള അത്രയും ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ നമുക്ക് f16ലൊന്നുമില്ല. ഈ പോർഷനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല ബ്ലർഡാണ്. ഇപ്പോൾ f16ൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെയുള്ള വീട് വരെ അത്യാവശ്യം നന്നായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അപ്പർച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്തിനനുസരിച്ച് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കൂടും. അതായത് ഞാനിപ്പോൾ ആദ്യത്തെ ചിത്രം നിങ്ങളോട് കാണിച്ചു. ഈ ചിത്രം ഞാൻ f2.8 ഓപ്പണിങ്ങിൽ 50 mm ഫോക്കൽ ലെങ്തിലാണ് ചിത്രം എടുത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 85 mm ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ സെയിം f2.8 ഓപ്പണിങ്ങിൽ എനിക്ക് കുറച്ചും കൂടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടും. ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടും. ഓക്കെ, അതുകൂടാതെ തന്നെ f1 ഓപ്പണിംഗ് ഉള്ള ലെൻസൊക്കെ ഉണ്ട്, 1.2 ഓപ്പണിംഗ് ഉള്ള ലെൻസൊക്കെ ഉണ്ട്. അതൊക്കെ ആണെങ്കിൽ നമുക്ക് 50 mm തന്നെ ഇതിനെക്കാട്ടും കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടും. അത് ആക്ച്വലി ലെൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്, എത്ര മാക്സിമം അപ്പർച്ചർ ഓപ്പണിംഗ് എത്രയുണ്ട് എന്നുള്ളത്. അപ്പർച്ചറിൻ്റെ അല്ലെങ്കിൽ ലെൻസിൻ്റെ വേറൊരു പ്രത്യേകത, ഈ ചിത്രം നിങ്ങൾക്ക് നോക്കിയാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ നന്നായിട്ട് ബ്ലറായിട്ടിരിക്കുന്നത് കാണാം. f2.8 ഓപ്പണിങ്ങിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 50 mm ഫോക്കൽ ലെങ്ത് ആണ് ഇതിന്. ഷട്ടർ സ്പീഡ് ഞാൻ അതിനനുസരിച്ച് എക്സ്പോഷർ കറക്റ്റ് ആക്കാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു.
ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടി. അതിന് കാരണം ഞാൻ നമ്മുടെ സബ്ജക്റ്റിൻ്റെ വളരെ അടുത്തായിരുന്നു. ഈ ഇലയാണ് നമ്മുടെ സബ്ജക്റ്റ്. ഞാൻ ആ സബ്ജക്റ്റിൻ്റെ വളരെ അടുത്തായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇത്രയും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടി. നമുക്ക് സെയിം സെറ്റിങ്സിൽ തന്നെ ഒരു മാറ്റവും വരുത്താതെ കുറച്ചും കൂടെ ബാക്കിലേക്ക് മാറി നിന്ന് സെയിം ഇലയുടെ ചിത്രം എടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഓക്കെ, ആ ഇല തന്നെയാണ് നിങ്ങളിവിടെ കാണുന്നത്. ഓക്കെ, ആ ഇലയ്ക്ക് നമുക്ക് സെയിം സെറ്റിങ്സ് ആണ്. 50 mm f2.8 1/500th of a second. നമ്മൾ പുറകിലേക്ക് ഇറങ്ങും തോറും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഫോക്കസിൽ വരും, നമ്മുടെ ക്യാമറയുടെ ഫോക്കസിൽ വരും, സെയിം ഫോക്കൽ ലെങ്ത് ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇലയ്ക്ക് നോക്കിയാൽ നമ്മുടെ ആദ്യത്തെ ചിത്രത്തിലുള്ള അത്രയും ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ നമുക്കിവിടെ ഇല്ല. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റും ഫോട്ടോഗ്രാഫറും അല്ലെങ്കിൽ ക്യാമറയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര കുറവാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. ഇവിടെ നമ്മൾ നോക്കുന്നത് നമുക്കിവിടെ പ്രാധാന്യം ഷട്ടർ സ്പീഡിനാണ്. ഓക്കെ, അപ്പോൾ ഷട്ടർ സ്പീഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ചില എഫക്ട്സ് നമ്മുടെ ചിത്രത്തിൽ കൊണ്ടുവരാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 50 mm ഫോക്കൽ ലെങ്ത്തിൽ തന്നെ 1/4 സെക്കൻഡ് ഷട്ടർ സ്പീഡിലാണ് ഈ ചിത്രം എടുത്തത്. 1/4 ഷട്ടർ സ്പീഡ് എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിൻ്റെ 4/1 സമയം കൊണ്ടാണ് ക്യാമറ ക്ലിക്കായത്. ഒരു സെക്കൻഡിൻ്റെ 4/1 എന്നൊക്കെ പറഞ്ഞാൽ ക്യാമറയുടെ സമയത്തിൽ വളരെ കൂടുതലാണ്. നമുക്ക് 1/8000 വരെ ഒരു സെക്കൻഡിൻ്റെ 8000-1 സെക്കൻഡിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കും. അപ്പോൾ 1/4 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൻ്റെ കാൽ ഭാഗത്തിലെടുത്ത ഫോട്ടോയാണ്. അപ്പോൾ ഞാനപ്പം ഈ ഒരു സബ്ജക്റ്റിലാണ് നമ്മുടെ ക്യാമറ വെച്ചത്. എന്നിട്ട് ഇദ്ദേഹം മുൻപോട്ട് നടക്കുന്നതിനനുസരിച്ച് ക്യാമറയും അദ്ദേഹത്തോട് ചേർന്ന് ഞാൻ ചലിപ്പിച്ചു. അപ്പോഴത്തേക്കിനും നമ്മുടെ ഷട്ടർ സ്പീഡ് കുറവായതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊരു ഷെയ്ഡിങ് പോലുള്ള എഫക്റ്റ് കിട്ടി. ഇങ്ങനത്തെ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടു കാണും. സെയിം തന്നെ നമുക്ക് വാട്ടർഫോളിലൊക്കെ ഇതുപോലെ ഷട്ടർ സ്പീഡ് കുറച്ച് വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ പാല് പോലെ വെള്ളം ഒഴുകുന്ന ചിത്രങ്ങൾ നിങ്ങൾ കണ്ടു കാണും. അങ്ങനത്തെ ചിത്രങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഇവിടെ നോക്കിയാൽ f2.22 ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ പ്രാധാന്യം ഷട്ടർ സ്പീഡിനാണ്. ഷട്ടർ സ്പീഡ് എത്രയും കുറവാണോ അതിനനുസരിച്ച് സ്റ്റോപ്പ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. പക്ഷേ ക്യാമറകളിലെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മാക്സിമം f22 ഒക്കെ വരെ പോകാൻ സാധിക്കത്തുള്ളൂ ഒട്ടുമിക്ക ലെൻസുകളിലും. അടുത്ത ചിത്രത്തിലേക്ക് കടക്കാം. ഈ ചിത്രം ഞാൻ എടുത്തിരിക്കുന്നത് 1/200th of a second ആണ്. അതായത് ഒരു സെക്കൻഡിൻ്റെ 200-1 അംശം സമയം കൊണ്ടാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത്. അതായത് വളരെ ഫാസ്റ്റുള്ള ഒരു ഷട്ടർ സ്പീഡാണ്. അപ്പോൾ കാറൊക്കെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാം, ബാക്ക്ഗ്രൗണ്ട് കാണാം, ഇവിടെ ഒരാൾ നിൽക്കുന്നത് കാണാം, മുതലായ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. അടുത്ത ചിത്രം സെയിം തന്നെ 1/200th of a second ഷട്ടർ സ്പീഡിൽ എടുത്തിരിക്കുന്ന ചിത്രം. നമുക്ക് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് കാണാം. വണ്ടിയുടെ ഫ്രണ്ട് പോർഷനൊക്കെ നമുക്ക് കാണാം. അടുത്ത ചിത്രത്തിലേക്ക് നോക്കാം. ഇത് ഞാൻ 1/5th of a second എടുത്ത ചിത്രമാണ്. ഓക്കെ, നമ്മളിവിടെ ഷട്ടർ സ്പീഡിന് പ്രാധാന്യം കൊടുക്കുന്നു, അതിനനുസരിച്ച് നമ്മുടെ അപ്പർച്ചർ കൺട്രോൾ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ചിത്രം നോക്കിയാൽ എങ്ങനെ ഈ ബൈക്ക് മാത്രം ഫോക്കസിൽ വന്നെന്ന് ചോദിച്ചാൽ നമ്മൾ ബൈക്ക് മൂവ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മൾ ബൈക്കിനെ ഷട്ടർ ഞെക്കിക്കൊണ്ട് ഫോളോ ചെയ്യുന്നു. ബൈക്ക് പോകുന്നതനുസരിച്ച് നമ്മൾ ക്യാമറയും കയ്യിൽ തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ ബൈക്ക് നമ്മുടെ കൂടെ മൂവ് ചെയ്യുന്നതുകൊണ്ട് ബൈക്ക് മാത്രം നമുക്ക് കറക്റ്റായിട്ട് ക്യാമറയിൽ വരും. പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ ഷട്ടർ സ്പീഡ് കുറവായതുകൊണ്ട് ഇങ്ങനൊരു എഫക്റ്റ് നമ്മുടെ ചിത്രത്തിന് വരും. അടുത്ത ചിത്രത്തിലേക്ക് പോകാം. ഈ ചിത്രവും അതുപോലെ തന്നെ 1/13th of a second ഷട്ടർ സ്പീഡിൽ എടുത്തതാണ്. അപ്പോൾ കുറച്ചും കൂടെ ഷട്ടർ സ്പീഡ് കുറവാണ്. ഒരു സെക്കൻഡിൻ്റെ 13/1 സെക്കൻഡ് കൊണ്ടെടുത്ത ചിത്രമാണ്. മീൻസ് 1/5 കുറച്ചും കൂടെ കൂടുതൽ ഷട്ടർ സ്പീഡാണ്. നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ബ്ലർ കിട്ടാൻ വേണ്ടിയാണ് കൂട്ടി എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അപ്പർച്ചർ കൂട്ടി കൊടുക്കുന്നു. നമുക്ക് ISO 1/100 താഴേക്ക് ഇനി പോകാൻ സാധിക്കത്തില്ല. 1/100 ആണ് ഏറ്റവും മിനിമം. അടുത്ത ഫോട്ടോ. ഓക്കെ, ഞാൻ എടുത്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം എനിക്കിതാണ്. ഞാൻ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്തു ഈ ചിത്രത്തിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിയാൽ 1/20th of a second ആണ്. നമുക്ക് നമ്മുടെ സബ്ജക്റ്റിനെ അത്യാവശ്യം ക്ലിയർ ആയിട്ട് കാണാം. ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനൊരു മൂവ്മെൻറ്റ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഷട്ടർ സ്പീഡ് കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഷട്ടർ സ്പീഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക എക്സ്പോഷർ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ലാസ്റ്റ് ചിത്രം ഇതുപോലെ തന്നെ സമാനമായൊരു ചിത്രമാണ്. 1/25th of a second f18 അപ്പർച്ചർ. ഇവിടെ അപ്പർച്ചറിന് പ്രാധാന്യമില്ല, നമ്മൾ ഷട്ടർ സ്പീഡിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ഷോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അപ്പർച്ചറും ഷട്ടർ സ്പീഡും
ക്രിയേറ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോട്ടോകളൊന്നുമല്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഞാൻ ചെയ്തിരിക്കുന്ന കുറച്ച് ഫോട്ടോയുടെ കളക്ഷനാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ 3 ഫോട്ടോയിൽ ഞാൻ കാണിച്ചത് എങ്ങനെയാണ് നമുക്ക് എക്സ്പോഷർ തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ്. നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിനനുസരിച്ച് നമ്മുടെ എക്സ്പോഷർ ക്രമീകരിക്കുക. ഇനി ആദ്യത്തെ ചിത്രത്തിൽ 2 ഏരിയകളും നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്ലാഷ് യൂസ് ചെയ്തുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ഡേ ടൈം ഒക്കെ ആയതുകൊണ്ട് കുറച്ച് പാടാണ്. അത് നമുക്ക് TTL എന്ന് പറയുന്ന ഫ്ലാഷൊക്കെ വേണം. അതൊക്കെ നമുക്ക് പിന്നീട് കിടക്കാം. ബിഗിനേഴ്സ് എന്ന നിലയ്ക്ക് ആ കാര്യങ്ങളിലേക്കൊന്നും കടക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ എക്സ്പോഷറിൻ്റെ കാര്യം ആദ്യത്തെ 3 ഫോട്ടോകളിൽ നോക്കി. പിന്നെ നമുക്ക് അപ്പർച്ചർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബ്ലർ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്ന് നമ്മൾ നോക്കി. അതിനുശേഷം ഷട്ടർ സ്പീഡ് കൊണ്ട് എങ്ങനെ ഇതുപോലുള്ള എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യാം എന്ന് നമ്മൾ നോക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഷട്ടർ സ്പീഡും അപ്പർച്ചറിനെയും കുറിച്ച് പറയാൻ ആഗ്രഹിച്ചത്. ISO എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ, അതായത് നമുക്ക് ഇരുണ്ട ഒരു പ്രദേശമാണെങ്കിൽ ISO നമുക്ക് ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈറ്റ് കുറച്ചും കൂടെ സെൻസറിൽ പതിപ്പിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ ഒരു സ്ലോ ഷട്ടർ ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ISO ആക്ച്വലി കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ക്യാമറയിൽ നമുക്ക് ISO 100 വരെ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ഇതിന് താഴേക്ക് ഇനിയും പോകണമെങ്കിൽ ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്യാമറയ്ക്ക് മുൻപിൽ ഒരു ന്യൂട്രൽ ഡെൻസിറ്റി ഫിൽറ്ററൊക്കെ വെക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ഓപ്ഷൻ. അവയെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പം നമ്മൾ ബേസിക്സ് പഠിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോയിലൂടെ നമ്മുടെ ബേസിക് ISO, ഷട്ടർ സ്പീഡ് അല്ലെങ്കിൽ അപ്പർച്ചർ മുതലായ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഒരു ലൈവ് വീഡിയോ ഇട്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ എനിക്കിവിടെ ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ അവൈലബിൾ ആണ്. നേരത്തെ കൂടുതലും മൊബൈൽ ഡാറ്റ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ബ്രോഡ്ബാൻഡ് കണക്ഷനിൽ നമുക്കൊരു ലൈവ് വീഡിയോ ചെയ്യാം. അതിനെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ആലോചിക്കുന്നു, മിക്കവാറും ഈ മാസമോ അടുത്ത മാസമോ ഫസ്റ്റ് ലൈവ് വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ നമുക്ക് ലൈവായിട്ട് യൂട്യൂബിൽ ലൈവ് വീഡിയോയിൽ പറഞ്ഞു തീർക്കാം, പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫോട്ടോഗ്രാഫിയിലേക്ക് പുതിയതായിട്ട് കടന്നു വന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ബേസിക്സ് ഒന്നും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ ആളുകൾക്ക് ഒന്നും കൂടെ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചാൻസും കൂടിയാണ്. അതുപോലെ കൂടുതലും ഔട്ട്ഡോർ ഷൂട്ടുകൾ, സാമ്പിൾ ഷൂട്ടുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ തവണ നമുക്കൊരു അബദ്ധം പറ്റിയെങ്കിലും ഇനിയും മുമ്പോട്ട് ഒരു തിയറി ക്ലാസ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ക്ലാസ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.